കിടക്കുമ്പോ തന്നെ പറഞ്ഞേന്ന് ഇന്ന് നീ സ്കൂളിലേക്ക് പോകുന്നില്ലെന്ന്. അത് കൊള്ളാലോ. ഇത്ര ദിവസം കിട്ടിയാന്ന് പോരെ. മൊത്തത്തിൽ ഒരു 15 ദിവസമെങ്കിലും ലീവ് കിട്ടിയിട്ടുണ്ടാവും. ഇത്ര ദിവസം വെക്കേഷൻ കിട്ടിയിട്ടും പോയിട്ട് ഇന്നും പോകണ്ടെന്നാ പറയണേ. വരട്ടെ പറഞ്ഞിട്ട്. എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. ഞാൻ വിളിച്ചിട്ട് വരാൻ പിള്ളേരെ. നീ ഉപ്പേരി മാകട്ടാ? ഞാൻ ഉപ്പേരിക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ചെല്ലു ചെല്ലു, നീ വിളിച്ചോ. നീ എണീപ്പിച്ചിട്ട് വന്നാ മതി. അവിടെ തന്നെ കിടക്കണ്ടവരെ. ശരി ചേച്ചി. എന്താ ഈ കാണുന്നത്? സമയം ഇപ്പൊ 7:30 ആവാറായി. ഒന്ന് എണീറ്റ് നിങ്ങള്. എന്താ ഇത്ര നേരം കിടന്നുറങ്ങണേ? മാളൂട്ടി, മാളൂട്ടി, നീ പാറു, പാറു, ഒന്ന് എണീറ്റ് എല്ലാവരും. ചക്കിമോളെ, ചക്കിമോളെ, എണീക്ക്, സ്കൂളിൽ പോണ്ടേ? പോണില്ല അമ്മ. അതൊക്കെ അവിടെ നിക്കട്ടെ, നീ എണീക്ക്, ഒന്ന് എണീറ്റ് നിങ്ങള്. ആഹാ, നല്ല കുട്ടിയായിട്ട് എണീറ്റല്ലോ. എന്റെ മുഖം ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. അമ്മ, ഇന്ന് നീ സ്കൂളിലേക്ക് പോവണ്ട. എനിക്ക് വയ്യ, ഇല്ലാത്ത ക്ഷീണം. എവിടെ നോക്കട്ടെ? ഒരു കുഴപ്പമില്ലല്ലോ. അതൊക്കെ കുറച്ച് കഴിഞ്ഞ് വായിക്കോളും. മഞ്ഞ കാലല്ലേ, അതുകൊണ്ടാ. അവരൊക്കെ പെണിക്കും. ഞാൻ അവരെ വിളിക്കാനല്ലേ വന്നിക്കണേ. വേഗം എണീറ്റ് ബ്രഷ് ചെയ്യാൻ നോക്ക്. പാലു, ഇച്ചു, പാലു, എഴുന്നേറ്റ്. ഇത്ര നേരമായി കിടക്കുന്നത്. സ്കൂളിൽ പോണ്ടേ നിങ്ങൾക്ക്? നേരെ വെളുത്തമ്മേ. ഇത് മാളൂട്ടി, എന്റെ കയ്യിൽ നിന്ന് അടി വരിക്കട്ടോ. നീ വലിയ കുട്ടിയായില്ലേ, ഒന്ന് നേരത്തെ എനിക്ക് നോക്ക്. സ്കൂളിൽ പോണ്ടേ? എനിക്ക് സ്കൂളിലേക്ക് പോകണം അമ്മേ. എങ്കിൽ എല്ലാവരും വേഗം പോയിട്ട് ബ്രഷ് ചെയ്ത് കുളിച്ചിട്ട് വായോ. സമയം പോകട്ടോ. ആർക്കമ്മ വയ്യാത്തത്? ഈ ചക്കി മോൾക്കോ? വെറുതെ പറയാമേ, നുണയാ. അവൾക്ക് ഒരു കുഴപ്പമില്ല. സ്കൂളിൽ പോണ്ടേ? സ്കൂളിൽ പോയിട്ട് പഠിക്കണം, നല്ല കുട്ടിയായിട്ടിരിക്കണം. അതിനൊക്കെ നമ്മൾ സ്കൂളിലേക്ക് പോകണം. എന്റെ മോള് വേഗം റെഡി ആയിട്ട് വന്നേ. ദൈവമേ, എത്ര ദിവസം നിങ്ങൾക്ക് കിട്ടി വെക്കേഷൻ? 15 ദിവസത്തോളം കിട്ടിയില്ലേ? ഇനിയും വെക്കേഷൻ വേണമെന്നാണ് പറയണത്. സ്കൂളിലേക്ക് പോണ്ടേ? ടീച്ചർമാരെ കാണണ്ടേ? പിന്നെ കൂട്ടുകാരിയോടെ കാണണ്ടേ? ഇത് ഫ്രണ്ട്സിനൊക്കെ കാണണ്ടേ? ഡുണ്ടുമോളെ കാണണം, ഉണ്ണിമോളെ കാണണം. അവരൊക്കെ വന്നിട്ടുണ്ടാവും സ്കൂളിലേക്ക്. അത് ശരി, അമ്പടി കള്ളി. നിങ്ങൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിരിക്കണല്ലേ ഇന്ന് സ്കൂളിലേക്ക് പോവില്ലെന്ന്? അപ്പൊ നീയാണ് ഇവിടെ എന്നെ പിരി കയറ്റിക്കണത് അല്ലേ, സ്കൂളിലേക്ക് പോണില്ലെന്ന് പറഞ്ഞിട്ട്? എത്ര പെട്ടെന്നാ വെക്കേഷൻ തീർന്നത്. കുറച്ച് ദിവസം കൂടി കൂടുതലാക്കായിരുന്നില്ലേ? അയ്യോ, ഇനിയും സ്കൂളിലേക്ക് പോണ്ടേ? വേണ്ട, നിങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഇവിടെ ഇരുന്നോളൂ കേട്ടോ. ഇവിടെ ഇരുന്നിട്ടേ മണ്ണപ്പം ചുട്ട് കളിച്ചോ. എന്തപ്പോ എല്ലാവർക്കും സ്കൂളിലേക്ക് പോകണ്ടെന്ന് പറയണത്? സ്കൂളിലേക്ക് പോയ പരീക്ഷ പേപ്പറൊക്കെ കിട്ടില്ലേ ഇപ്പൊ തന്നെ? അത് ശരി, അതാണ് നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പോകണ്ടെന്ന് പറയണത്. പരീക്ഷ പേപ്പർ പിന്നെ എന്തായാലും കിട്ടണ്ടേ? പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം ടീച്ചർ റീടെസ്റ്റ് എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട്. എനിക്ക് വയ്യ, ഞാൻ എന്തായാലും പരീക്ഷയിൽ തോറ്റിട്ടുണ്ടാവും. പേപ്പർ കിട്ടുമ്പത്തിന് തോറ്റൊന്ന് പറയല്ലേ, ജയിച്ചിട്ടുണ്ടാവുന്ന പറ. പാസ് മാർക്ക് മതിയല്ലോ. ഞാനും ചേച്ചിയുടെ കല്യാണക്കായ കാരണം പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ കൊറേ തെറ്റുണ്ടാവും. അതൊന്നും സാരില്ല, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അത് പറഞ്ഞാ മതിയല്ലോ, ടീച്ചർ എഴുതി പഠിപ്പിച്ചോളും. പിന്നെ മാർക്ക് കുറഞ്ഞാല് ആ ടീച്ചർ തല്ലിന്നെ. അതൊന്നും ഇല്ല, ടീച്ചർമാർ വഴക്കൊന്നും പറയത്തില്ല. എന്ത് വന്നാലും ഇന്ന് പോകണമെന്നല്ലേ? ഇന്ന് എന്തായാലും പോകണം. ലീവ് എടുക്കാനൊന്നും പറ്റത്തില്ല. ഇന്ന് എന്തായാലും പോകണം. ചെല്ലെ എല്ലാവരും പോയി റെഡി ആവാൻ നോക്ക്. ഞാൻ അങ്ങോട്ട് നടക്കട്ടാ. ഇനി എല്ലാവരും വന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കോളൂ സ്കൂളിൽ പോവാൻ. ഇപ്പൊ എന്താ ചെയ്യാ പാർച്ചേച്ചി? നമ്മൾ പോവന്നെ വേണം. എന്തെങ്കിലും ഇത്ര മടി സ്കൂളിലേക്ക് പോവാന്? പരീക്ഷ പേപ്പർ കിട്ടണോണ്ടാ? നിങ്ങൾ പാസ്സായിട്ടുണ്ടാവില്ലേ? തൊട്ടുണ്ടാവോ? അയ്യോ, അതുകൊണ്ടൊന്നല്ല, എക്സാം ഒക്കെ ഞങ്ങൾ പാസ്സായിട്ടുണ്ടാവും. എന്നാലും ചെറിയൊരു മടി. വാ ചക്കി, എന്തായാലും നമുക്ക് പോയിട്ട് ബ്രഷ് ചെയ്തിട്ട് കുളിച്ചിട്ട് വരാം. വാ. എനിക്ക് വയ്യ, എന്തൊരു തണുപ്പാണ്. ഇപ്പൊ മഞ്ഞുകാലല്ലേ, അതുകൊണ്ട് നല്ല തണവുണ്ടാവും. അമ്മയോട് ചൂടുവെള്ളം തിളപ്പിക്കാൻ പറയണം, അല്ലെങ്കിൽ കുളിക്കാൻ പറ്റത്തില്ല. നിനക്ക് എന്തായാലും ചൂടുവെള്ളം ഉണ്ടെങ്കിൽ എനിക്കും വേണം. എനിക്കും ഭയങ്കര തണവുണ്ട്. നമുക്ക് പോവാം. ചേച്ചി എന്താ ഇവിടെ ഇരിക്കുന്നത്? എപ്പ എണീറ്റു? ഞാൻ കുറെ നേരമായി എണീറ്റിട്ട്. എന്ത് പറ്റി ചേച്ചി? ചേച്ചിക്ക് എന്തൊരു വിഷമം പോലെ? ഒന്നുമില്ല.
അയ്യോ എന്തിനാ ചേച്ചി കരയുന്നത്? കവിച്ചേച്ചി എന്തിനാ കവിച്ചേച്ചി കരയുന്നേ? അഞ്ചേച്ചി ഇല്ലാത്തോണ്ടാ. അഞ്ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയ കാരണ ചേച്ചിക്ക് വിഷമായിട്ടാ. അവളുണ്ടായിരുന്നപ്പോ ഏതു നേരം അവളോട് തല്ലി പിരിഞ്ഞിരിക്കായിരുന്നു. ഏതു നേരം തല്ലുപിടിയും കൊണ്ട് ഞങ്ങൾ ഇരിക്കുന്നേ. ഇപ്പൊ അവളില്ലാത്തുമ്പോ എന്തോ പോലെ. അവൾ എന്നാ വരീനി? ഞാൻ ഒറ്റപ്പെട്ടതുപോലെയായി. അയ്യോ ചേച്ചി കരയണ്ട, കവിച്ചേച്ചിക്ക് ഞങ്ങളില്ലേ. ഇവിടെ ഞങ്ങളുള്ളപ്പോ ചേച്ചി ഇങ്ങനെ ഒറ്റപ്പെടുക. എന്നാലും എനിക്ക് ഭയങ്കര വിഷമം വരിക. അങ്ങനെ ആലോചിക്കുമ്പോ ഞാൻ ഒറ്റയ്ക്കാവുക. സാധനം വെച്ച് വെച്ചെടുത്ത് കാണില്ല. ആന്റി നീ എന്താ ചേച്ചി കുളിയൊന്നും കഴിഞ്ഞില്ലേ? സ്കൂളിൽ പോണ്ടേ? ആന്റി എന്താ എന്താ കാര്യം പറ. ഒന്നുമില്ല, ഞാൻ പോവാ. പറ ചേച്ചി, എന്താ കാര്യം ചേച്ചി മോളെ? ആന്റി ദേഷ്യപ്പെട്ടിട്ടല്ലേ ഇരിക്കുന്നത്? ഞാനൊന്നും പറയുന്നില്ല. ആന്റിയുടെ ചേച്ചി മോൾ പറ. എനിക്ക് ദേഷ്യമൊന്നുമില്ല, പറ. കവി ചേച്ചി അവിടെ കിടന്ന് കരയോ? അനി ചേച്ചിനെ കാണണം പറഞ്ഞിട്ട് ഭയങ്കര വിഷമത്തില്ല. ആന്റി വേഗം വാ. ചേടാ എന്തൊരു കഷ്ടാ അത്. ഇപ്പൊ എന്നെ ഒന്നും കഴിക്കണില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു ഇരിപ്പ് തന്നെ അവള് പോയ മുതല്. മാ അങ്ങോട്ട് നടക്കും മോളെ. മോളെ എന്താ നീ ഇങ്ങനെ? എന്തിനാ ഏത് നേരം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അമ്മ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആരും ഇല്ലാത്തത് പോലെ തോന്നുക. അവളോട് ഇങ്ങോട്ട് വരാൻ പറ. എന്തിനാ അവൾ ഏത് നേരം അവിടെ നിൽക്കുന്നത്? 2 ദിവസം അവിടെ നിന്നിട്ട് ബാക്കിയുള്ള ദിവസം ഇങ്ങോട്ട് വരാൻ പറ അവളോട്. ആരും ഇല്ലാതെ എനിക്കൊരു സുഖമില്ല. എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവളിപ്പോ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാ. അവൾക്ക് ഇങ്ങോട്ട് ഇടക്കിടക്ക് വരാനൊന്നും പറ്റില്ല. ഇനി അവര് പറഞ്ഞത് കേട്ട് അവിടെ നിൽക്കാനല്ലേ പറ്റുള്ളൂ. എന്തിനാ അമ്മ അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്? എനിക്ക് വയ്യ, എനിക്ക് അവളെ കാണണം. അവളോട് ഇങ്ങോട്ട് വരാൻ പറ അമ്മേ. മോളെ അമ്മയ്ക്ക് സങ്കടമില്ലാതെയാണോ അമ്മ ഓരോ ദിവസം എന്നെ നിൽക്കുന്നത്? എന്റെ കുഞ്ഞ് ഇവിടുന്ന് പോയ മുതൽ എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. എന്തായാലും അവൾ അവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്. അമ്മ എന്തായാലും ഒന്ന് അനുവിനോട് വരാൻ പറ അമ്മേ. എനിക്ക് അവളെ കാണണം. ശരി ശരി, അമ്മ അവളെ ഫോൺ വിളിച്ചിട്ട് വിളിക്കാം. ഇങ്ങോട്ട് വരാൻ പറയുന്നു.